പോയി ബണ്ണിയെ തടയ. ബോള് തടഞ്ഞു. കർത്ത, ഇങ്ങനെയാണ് കളിക്കുന്നത്? കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, ബാൾ ഞാൻ തടഞ്ഞുവല്ലോ. എടാ കഴുതേ, നിനക്ക് യെല്ലോ കാർഡ് തന്നു കഴിഞ്ഞു. സംശയമുണ്ടോ? യെല്ലോ കാർഡ് തന്നില്ലല്ലോ. കിറ്റി യെല്ലോ കാർഡ് കാണിച്ച് അവളുടെ പോക്കറ്റിൽ തന്നെ വെച്ചു. ബണ്ണിയുടെ ടീമിന് പെനാൽറ്റി കിട്ടുന്നതായിരിക്കും. ഇത് ചീറ്റിംഗ് ആണ്. സ്റ്റിക്ക് കൊണ്ടടിച്ചത് കർത്തയാണ്. അപ്പൊ പെനാൽറ്റി കൊടുക്കേണ്ടത് അവനാണ്. ഞങ്ങൾക്ക് എന്തിനാ പെനാൽറ്റി തരുന്നത്? അതെ ഭായ്, ഇവന്റെ തലമണ്ടയ്ക്ക് ഒരു അടി കൊടുക്ക, അതോടെ എല്ലാം അങ്ങ് ശരിയാകും. ഇതിനെയാണോ ഹോക്കി എന്ന് പറയുന്നത്? ഹോക്കി സ്റ്റിക്ക് ഇങ്ങനെയാണ് ഇരിക്കുക. നിങ്ങൾക്കൊക്കെ ഇത് തന്നെ ധാരാളമാണ്. ചുള്ളിക്കമ്പ് ഹോക്കി, നല്ല ഗോൾ പോസ്റ്റ്, കൂടാതെ ബോളും തുണിയിലാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ ഭായ്, വേണമെങ്കിൽ എന്നോട് സംസാരിക്കേ. തോത്താറാം, നീ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? ഈ ദരിദ്രന്മാരോട് ചേർന്ന് നീ എന്തിനാ നിന്റെ മര്യാദ കളയുന്നത്? സണ്ണി, മതിയാക്ക്. സോറി, ഇവരുടെയൊക്കെ മോന്ത കാണുമ്പോ തന്നെ എനിക്ക് മൂഡ് ഓഫ് ആയിക്കൊണ്ടിരിക്കുക. ഞാനെന്താ ഇന്ന് മൂഡ് ഓഫ് ആവാൻ പോകുന്നില്ല. ഇന്നെന്റെ ഐസ് ഹോക്കി മാച്ച് ഉണ്ട്. നീ കാണാൻ വരുന്നുണ്ടല്ലോ അല്ലേ? അതെയോ, ഞാനും പോകും. ഞാൻ ഇതുവരെ ഐസ് ഹോക്കി മാച്ച് കണ്ടിട്ടേ ഇല്ല. നന്ദു, നീയും? ഞങ്ങൾ തീർച്ചയായും വരും, അല്ലേ ഫ്രണ്ട്സ്? അതെ. സണ്ണി, നിനക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? നീ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്ത് പ്രോബ്ലമാ ഉള്ളത്? നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം കളി കാണാൻ വരുമ്പോ അവിടെ ആരോടും പറഞ്ഞു പോകരുത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വൈകിട്ട് കാണാം. ബൈ. ഒരുപാട് ലേറ്റ് ആയെന്ന് തോന്നുന്നു. മാച്ച് തുടങ്ങി. വല്ലാത്ത തണുപ്പ്. സംശയമുണ്ടോ? സണ്ണി, നീ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. താങ്ക്സ്. നമ്മൾ ദരിദ്രനെന്ന്. ദരിദ്രൻ ഇവനാ. കളിച്ച് കളിച്ച് ബോൾ തേഞ്ഞു പോയി. എന്നിട്ട് വേറെ ബോൾ മേടിക്കാൻ വഴിയില്ല. ഈട മരം മണ്ട, ഐസ് ഹോക്കിയുടെ ബോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇത് റബ്ബർ പക്കാണ്. എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ പക്കൽ മുഴുവൻ ടീം പോലും ഇല്ല. കൊച്ചളിയാ, 6 പേരും വെച്ചോണ്ട് കളിക്കുക. നമ്മുടെ പക്കലാണെങ്കിൽ 11 പേരടങ്ങുന്ന ടീമും ഉണ്ട്. ഈടെ കഴുതേ, ഇത് 6 പ്ലേയേഴ്സേ ഉണ്ടാവുള്ളൂ. 5 പ്ലേയേഴ്സ്, പിന്നെ ഒരു ഗോൾ കീപ്പർ. അയ്യോ, ഇവന്റെ ഗോൾ പോസ്റ്റ് നോക്ക്, ഇത്രയേ ഉള്ളൂ. ഒരു വലിയ ഗോൾ പോസ്റ്റ് വാങ്ങാൻ പോലും കാശില്ല. ഈ ഗ്രൗണ്ട് പോലും വളരെ ചെറുതാണ്. ഹണി, ഇതിന് ഗ്രൗണ്ട് എന്നല്ല, റിംഗ് എന്നാണ് പറയാറ്. എന്നാ പിന്നെ വലിയ റിംഗ് നിർമ്മിച്ചുകൂടെ? ഞാനെന്നാ ഈ മണ്ടന്മാരോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ വിവരമില്ലാത്തവരാണ്. വിവരമില്ലാതെ സംസാരിക്കുള്ളൂ. അതെ ഭായ്, സണ്ണേ, തനിക്ക് ഇടി ചമ്മന്തി ഇഷ്ടമാണോ? ഇല്ല. എന്താ കാരണം? ഞാൻ ഇടിക്കുന്ന ഇടിയിൽ നിന്റെ പല്ല് മുഴുവൻ താഴെ വരും. പിന്നെ കാലം മുഴുവൻ നിനക്ക് പല്ല് തേക്കേണ്ട ആവശ്യമേ വരില്ല. നീ ഒന്ന് കൈവച്ച് നോക്കിയേ. ഇത് കണ്ടോ നീ? എന്റെ ഇടിയുടെ പവർ നിനക്ക് അറിയില്ല. ഓഹോ, വഴക്കുണ്ടാക്കുന്ന മതിയാക്ക്. തുടങ്ങി വെച്ചത് ഇയാൾ തന്നെയല്ലേ? ഒന്നും തന്നെ അറിയില്ല. ഐസ് ഹോക്കി കാണാൻ വേണ്ടി വന്നിരിക്കാ. നിന്നേക്കാളും നന്നായിട്ട് കളിക്കും ഞങ്ങള്. വാച കടിക്കുന്നോണ്ട് ഒരു കാര്യമില്ല. എങ്കിൽ വന്നൊന്ന് കാണിച്ചു നോക്ക്. അടുത്ത സൺഡേ ഒരു മാച്ച് കളിച്ചാലോ? ഓക്കെ, ഞാനായിരിക്കും റെഫറി. എന്നാ ഒരു ചീറ്റിംഗ് നടക്കില്ല. നമുക്ക് മാച്ച് ജയിക്കണം. എന്നാൽ നമ്മുടെ പക്കൽ ഒരു വീക്കുണ്ട്. ആരാണ് ആ വീക്ക്? അവനൊന്നും ടീമിലെടുക്കണ്ട. എടാ വീക്ക് എന്ന് പറഞ്ഞ ആ വീക്കല്ല, WEEK, വീക്ക്. അതായത് ആഴ്ച. സംശയമുണ്ടോ? അതിന് ധാരാളമാണ്. നമുക്ക് ഹോക്കി കളിക്കാൻ അറിയാം. ഐസിൽ കളിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നാളെ രാവിലെ നമുക്ക് ഇവിടെ കാണാം. ഈ തോത്താറം ഇതുവരെ എത്തിയില്ലല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. പുതിയ സ്റ്റിക്സ്, പുതിയ സ്പോർട്സ് കിറ്റ്സ്. കൊള്ളാം. അതെ ഭായ്, ദരിദ്രന്മാരെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ വില കൂടിയ സ്റ്റിക്ക് വാങ്ങിച്ചതാ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി വിജയം നമുക്കായിരിക്കും. ഇത് വെച്ചൊന്നും ജയിക്കാൻ കഴിയില്ല. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ജയിക്കാൻ കഴിയൂ. കർത്ത, എല്ലാവരും സുഹൃത്താ, ഇവിടെ വല്ലാത്ത തണുപ്പ്. എന്നാ പിന്നെ ചെരുപ്പിട്. ചെരുപ്പല്ല, സ്കാറ്റ്സ്. എനിക്ക് സ്കാറ്റ്സ് ഇട്ടുകൊണ്ട് കളിക്കാൻ കഴിയുകയില്ല. എന്റെ മനുഭായ്, അതിനും പ്രാക്ടീസ് വേണമല്ലോ.
സ്കാറ്റ്സിന്റെ ഭാരം അല്പം കൂടുതലാ. സംശയമുണ്ടോ? അതുകൊണ്ടാണ് നിന്നെ ടീമിലേക്ക് തന്നെ എടുക്കാത്തത്. വരൂ നമുക്ക് തുടങ്ങാം. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. You want to fight? Let's fight. എന്താ ഭായ്, അറിയാതെ സംഭവിച്ചതാ. എഴുന്നേക്ക് കളിക്കാ. നിർത്ത. നമുക്ക് ഹോക്കി കളിക്കാം. എന്നാൽ 2 ദിവസം ബാലൻസിങ്ങിന്റെ പ്രാക്ടീസ് ചെയ്യാം. ആ ശരി, വാ നമുക്ക് ബാലൻസിങ്ങിന്റെ പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ കളിച്ചാൽ ശരിയാവുകയില്ല. പ്രാക്ടീസ് തുടങ്ങണം. സംശയമുണ്ടോ? 3 ദിവസമായി കഴിഞ്ഞു. ചിക്കെടുക്ക്. ഹണി, ടവലെടുത്ത് മാറ്റ്. പറ്റില്ല, എനിക്ക് വല്ലാതെ തണുക്കുന്നു. എടാ, ഷോൾ ഇട്ടുകൊണ്ട് കളിക്കാൻ സാധിക്കുകയില്ല. സംശയമുണ്ടോ? എടാ ഹണി, കയ്യില് ഒരു പ്ലേറ്റ് വെച്ചോ. എന്തായാലും വൃത്തിയായിട്ട ഒരു ഷാൾ ഉണ്ടല്ലോ. പെർഫെക്റ്റ് പിച്ചക്കാരനെ പോലെയുണ്ട്. ഇവിടെ ആരെങ്കിലും കളിയാക്കാൻ ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യും. കുറഞ്ഞത് ഞാൻ 50 ഗോളെങ്കിലും അടിക്കും. എന്റെ ബായ് സണ്ണിയെ ഞാൻ നടത്താം. അതെ, ഇത് ഫൗളാണ്. അല്ല, ഇത് ഐസ് ഹോക്കിയിൽ അലൗഡ് ആണ്. സണ്ണി, കളിക്കുന്നത് ഹോക്കിയാണ്, ഫുട്ബോൾ അല്ല. എടാ മരക്കഴുതേ, ഇത് ഗോൾ പോകുന്നത് ഇങ്ങനെയാണ്. സൂക്ഷിച്ചു കേട്ടോ. ജയിക്കണമെങ്കിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാ കളിക്കുക? ഞാൻ പറഞ്ഞു വന്നത് ഇന്റലിജന്റ് ആയിട്ട് കളിക്കണമെന്നാണ്. അവൻ എപ്പോ ഗോൾ കൊണ്ട് നേടുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ നീ അലർട്ട് ആയിട്ട് ഇരിക്കണം. നീ ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ കളിക്കണം. ജോർദാർ തോത്തറം, സണ്ണിയെ കവർ ചെയ്തോ. സബാഷ്, ഇതുപോലെ കളിക്കേ, എങ്കിൽ നമ്മൾ ജയിക്കും. സംശയമുണ്ടോ? നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്നത്? ഒന്ന് വേഗം വാ, എന്റെ കളി ഞാൻ കാണിച്ചു തരാം.
ബോക്സ് എത്രയും പെട്ടെന്ന് എന്റെ അടുത്ത് എത്തിക്കണം. പിന്നെ ഒരു പ്ലെയർ ബന്നിയെ കവർ ചെയ്തോളൂ. നന്ദു വേഗം പാസ് ഇട. ബണ്ണിയുടെ ടീം ജയിച്ചിരിക്കുന്നു. സണ്ണി, ദരിദ്രന്മാരോട് തോറ്റപ്പോ നിനക്ക് സന്തോഷമായല്ലോ. ഇത് ബുദ്ധി ഉപയോഗിക്കേണ്ട കളിയാ, എനിക്ക് മനസ്സിലായി. അവസാനത്തെ 2 മിനിറ്റ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത്. ബഗ് എന്റെ അടുത്ത് വരികയില്ല. ഞങ്ങളിട്ട പ്ലാൻ വർക്കൗട്ട് ആയി.